റഹീം, ഇന്ന് യഥാർത്ഥത്തിൽ നരനായാട്ട് തന്നെയാണ് കണ്ടത്. പോലീസ് അടിച്ചോടിക്കുകയാണ് പ്രതിഷേധക്കാരെ. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അടക്കമുണ്ട്. അവിടേക്ക് എത്തുന്നവരിൽ ഇന്നിപ്പോൾ ഈ ജന്തർ മന്ദറിൽ നിന്ന് മാത്രമല്ല, ദില്ലിയുടെ പല കോണുകളിൽ നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായി അവിടേക്ക് എത്തുന്ന കാഴ്ച പോലും കാണാനുണ്ടായി. സമരപ്പന്തലടക്കം പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇത് തന്നെയായിരിക്കും ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമരം അത് വിളിച്ചു വരുത്തിയതല്ലേ? തീർച്ചയായിട്ടും സർക്കാർ വിളിച്ചു വരുത്തിയ സമരമാണ്, സർക്കാർ വിളിച്ചു വരുത്തിയ സംഭവങ്ങളാണ് ഇതെല്ലാം. സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സംഭവങ്ങളെന്ന് കൂടി വിശദീകരിക്കേണ്ടി വരും. ഇവിടെ കാണേണ്ട കാര്യം, ഡൽഹിയിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന കാര്യങ്ങൾ, ഈ കഴിഞ്ഞ നിമിഷം വരെയും നടന്ന കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം ഭീകരമാണ് എന്ന് പ്രേക്ഷകർക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഡൽഹിയിൽ ഇപ്പോഴും ഇൻ്റർനെറ്റ് ബാനാണ്. പൂർണ്ണമായും നമുക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നതിനോ റെഗുലർ കോളുകൾ ചെയ്യുന്നതിനോ പോലും പലരും ബുദ്ധിമുട്ടുകയാണ്. ഈ നമ്മുടെ ഡാറ്റ നെറ്റ്വർക്ക് പൂർണ്ണമായും അവർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഡൽഹിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ല ഈ പോലീസിൻ്റെ നരനായാട്ട് നടന്നിരിക്കുന്നത്, ഒട്ടേറെ സ്ഥലങ്ങളിലാണ്. ആ പല സ്ഥലങ്ങളിലും നടന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാൻ, ചിത്രീകരിക്കപ്പെട്ട കാര്യങ്ങളോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും മൊബൈൽ ഫോണിൽ പകർത്തിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളോ ഒക്കെ പുറത്തറിയാൻ ഇനിയും സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മദർ ഓഫ് ഡെമോക്രസി എന്നാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ലോകത്തെ നോക്കി ഇന്ത്യയെ വിശേഷിപ്പിച്ചത്, ഇന്ത്യൻ ഡെമോക്രസിയെ BJP സർക്കാർ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതാണോ ജനാധിപത്യത്തിൻ്റെ മാതാവിൻ്റെ മാർത്തടത്തിൽ നടക്കേണ്ട കാര്യം? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് സഖാവ് ജോൺ ബ്രിട്ടാസും ഞാനും സഖാവ് വി ശിവദാസനും കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഞങ്ങൾ പാർലമെൻറ്റിന് പുറത്ത് 1 മണിക്ക് പാർലമെൻറ്റിൽ നിന്ന് കറക്റ്റ് 1 മണിക്കൂറുടെ ഇടവേളയിൽ ഈ സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, റെയിൽ ഭവൻ അടുത്ത പാർലമെൻറ്റിനോട് ചേർന്ന് ഒരു വാഹനത്തിനകത്ത് 20ലധികം വരുന്ന പാവങ്ങളെ 3/4 മണിക്കൂറുകളായി ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. അവരിൽ പലരും ചോര വാർന്നൊലിക്കുകയാണ്. ക്രൂരമായ മർദ്ദനത്തിനിരയായവർ, ഗ്രനേഡിൽ പരിക്കേറ്റവർ, അവരിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നു. വ്യത്യസ്ത പ്രായഘടനയിൽപ്പെട്ടവർ, അതിലേറെയും ചെറുപ്പക്കാർ, ജൻസി വിഭാഗത്തിൽപ്പെട്ടവർ ക്രൂരമായ പീഡനത്തിനിരയായിട്ടിരിക്കുകയാണ്. ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറാകുന്നില്ല. സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷന് സമീപം കണ്ട കാഴ്ച, 2 ചെറുപ്പക്കാരെ, ഒരു ചെറുപ്പക്കാരനാണ്, ഒരാൾ ചെറുപ്പക്കാരനല്ല, 2 പേരെയും അടിച്ച് റോഡിൽ നിലത്തിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് സഖാവ് ആനി രാജ അവിടെ എത്തുന്നത്, ഞങ്ങളെത്തുന്നത്. പോലീസിനോട് നിർബന്ധപൂർവ്വം പറഞ്ഞ് വാശി പിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരെ അവിടെ നിന്ന് മാറ്റാനിടയായത്. വൈകുന്നേരം മറ്റൊരു MP, ഒരു വനിതാ MP, കോൺഗ്രസിൻ്റെ ഉള്ള ഒരു MP എന്നോട് വൈകുന്നേരം ഞങ്ങളോട് സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ വരുന്ന വഴിയിൽ കണ്ട കാര്യം, കൊച്ചുകുട്ടികളെ ക്രൂരമായി തല്ലുകയാണ്. അവരിറങ്ങി പോലീസിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങിയെന്ന് അവർ ഞങ്ങളോട് പറയുകയായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ട ഒരു ചെറിയ കോർണറിലെ ഒരു പ്രശ്നം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലെ കണ്ട എത്രയോ അനുഭവങ്ങളാണ്. ഇപ്പോൾ അല്പം മുമ്പ് നമ്മുടെ ഗോൾ മാർക്കറ്റിൻ്റെ ഭാഗത്തെല്ലാം തന്നെ പോലീസ് കാണുന്നവരെയെല്ലാം തല്ലി മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള സമരമാണ്. അതിനെ സർക്കാരിന് ഇങ്ങനെ മാത്രമേ നേരിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ പ്രതിരോധം. അല്ല, ഇത് എങ്ങനെയാണ് ആ തികഞ്ഞ രാഷ്ട്രീയ ആവുക? 20ലധികം പേരാണ്, കുട്ടികളാണ് രാജ്യത്ത് ജീവൻ നഷ്ടപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത്. അതിലേറെ പേരാണ് മെൻ്റലി ഡിപ്രസ്ഡ് ആയിപ്പോയത്. അങ്ങനെ ജീവിതം താളം തെറ്റിപ്പോയി. ആരാണ് കാരണം? സർക്കാരല്ലേ? നിങ്ങൾ നോക്കൂ, ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതോടൊപ്പം തന്നെ വലിയ സാങ്കേതിക വിപ്ലവങ്ങളുടെയും ഒരു കാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് എക്സാമിനേഷൻ ലീക്ക് ഉണ്ടാകുന്നത്? അതൊന്നല്ല, തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു. ഈ സമരത്തിലൂടെ ഇവർ മുൻപോട്ട് വെച്ച മുദ്രാവാക്യം എന്താണ്? എന്തായിരുന്നു ഇവരുടെ സമരരീതി? ഞാനിത് രണ്ടും ചോദിക്കുകയാണ്. ഒന്ന്, മുദ്രാവാക്യം വളരെ ലളിതമാണ്. ഇതിനെല്ലാം കാരണക്കാരനായ, നിരവധി കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കാൻ കാരണക്കാരനായ, അതിൻ്റെ ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി, പൊളിറ്റിക്കൽ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതാണ് നമ്പർ 1. രണ്ടാമതൊരു ആവശ്യപ്പെടുന്നത് NTA, അത് സ്ക്രാപ്പ് ചെയ്യണം, അത് അവസാനിപ്പിക്കണം. അത് ഏറെ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ, നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിവിധ പൊളിറ്റിക്കൽ പാർട്ടികൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങളുമാണ് അവരുടെ മുദ്രാവാക്യം. 3, ഞാൻ ചോദിക്കുന്ന വളരെ പ്രസക്തമായൊരു കാര്യം, എന്തായിരുന്നു അവർ തിരഞ്ഞെടുത്ത സമര രീതി?
അത് നിരാഹാര സമര സത്യാഗ്രഹമാണ്. നിങ്ങൾ നോക്കൂ, സത്യാഗ്രഹ സമരം നടത്തുന്ന, നിരാഹാര സമരം നടത്തുന്ന ഒരു സമരരീതി ഇത്രയും ദിവസം പാർലമെന്റിൽ ജന്തർ മന്ദറിൽ ഈ കടുത്ത വേനലിൽ അവരവിടെ കിടന്നു. അതിനിടയിൽ മഴ പെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ത്യാഗസന്നദ്ധതയോടുകൂടി അവിടെ കിടന്നു. മാഗ്സസെ പുരസ്കാര ജേതാവ് കൂടിയായ സോനം വാങ്ചുക്ക്, അദ്ദേഹം പല ഘട്ടങ്ങളിലും BJP എടുത്ത പല രാഷ്ട്രീയ നിലപാടുകളോട് യോജിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹം അവിടെ കിടന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ വഷളായി. അവിടേക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ MPമാർ, നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത സാംസ്കാരിക സിനിമാ ലോകത്തെ പ്രമുഖർ ഒക്കെ അവിടെ എത്തി. നീതിപീഠത്തിലെ പ്രമുഖരെത്തി. ഇങ്ങനെ ഒരുപാട് പേർ ഇങ്ങനെ വന്നു. ഞാൻ ചോദിക്കട്ടെ, നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ മാതൃകയിൽ കിടക്കുന്ന ആളുകൾ അവർ നിരാഹാരമായിട്ട് എടുക്കുകയാണ്. വിത്തൗട്ട് എനി ആംസ്, ഒന്നുമില്ല, ആയുധങ്ങളിൽ. അവരുടെ ആയുധം അവരുടെ സഹനമാണ്. സഹനത്തെ ആയുധമാക്കി കിടന്ന മനുഷ്യർ. ഇവർ തന്നെ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്ക്, ഇവർ പറയുന്നത് പോലെ മദർ ഓഫ് ഡെമോക്രസി, അതിൻ്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് രണ്ട് മനുഷ്യർ. അതിൽ സോനം വാങ്ചുക്ക് നിരാഹാരം കിടക്കുകയാണ്. എന്തേ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകത്തെ? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അവരെ വിളിച്ചിരുത്തി എന്താണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്, എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്താ പോകാത്തത്? എന്താ ചർച്ച ചെയ്യാത്തത്? അതല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം? അത് ചെയ്യാൻ തയ്യാറാകാത്ത, വളരെ പ്രസക്തമാണ് ഈ ചോദ്യം. അവരുടെ മുദ്രാവാക്യം എന്താണ്? അവർ തിരഞ്ഞെടുത്ത സമരരീതി എന്തായിരുന്നു? അവർ തിരഞ്ഞെടുത്ത സമരരീതി സഹന സമരരീതിയായിരുന്നു. ഗാന്ധി മുന്നോട്ട് വെച്ച ആ സഹന സമര രീതിയിലൂടെ അവർ അവിടെ നിരാഹാരവ്രതം സത്യാഗ്രഹം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മുഖം തിരിഞ്ഞു? നിങ്ങളത് പറയണ്ടേ? ഇനി അവിടേക്ക് നിങ്ങൾ സോനം വാങ്ചുക്കിനെ ജനാധിപത്യ വിരുദ്ധമായി നിങ്ങൾ ഒരു പുതപ്പിൽ പുതഞ്ഞെടുത്ത് കൊണ്ടുപോയി. ഞാൻ ചോദിക്കുന്നു, അതാണോ ജനാധിപത്യത്തിൽ ചെയ്യേണ്ടത്? അദ്ദേഹം ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ് തുടരുകയാണ്. ഇനി അതിനുശേഷം ഞാൻ ഇന്നലെ കണ്ട കാഴ്ച, പുലർച്ചെ, അതുപോലെ തലേനാൾ, ഇന്നലെ ഉച്ചയ്ക്ക്, ഇതെല്ലാം വൈകുന്നേരവും ഇന്നലെ ഉച്ചയ്ക്കും എല്ലാം കണ്ട കാഴ്ച എന്താണ്? നാടിൻ്റെ, രാജ്യത്തിൻ്റെ നാനാ ദിക്കിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ് ആളുകൾ. നിങ്ങൾ കാണേണ്ടത് സോക്കോൾഡ് ഗോദി മീഡിയ എന്ന് വിളിക്കുന്ന പ്ലീസ്. Debate with Madhu Saji.